ഹലോ, ഇന്ന് അത്തമല്ലേ? അപ്പം ഞാൻ നേരെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു പിച്ചുവിന് എന്തെങ്കിലും കൊടുക്കാമെന്ന്. അങ്ങനെ എൻ്റെ ബാഗിൽ തപ്പി പറക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 രൂപ കിട്ടി. അങ്ങനെ അവളുടെ കൊടുത്തു. അവൾ എനിക്ക് 2 രൂപ വന്നു. അങ്ങനെ അത് ഞാൻ വാങ്ങിയിട്ട് വെളിയിൽ സൂര്യനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. രാവിലെ നേരത്തെ എണീറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ കുളിച്ചിട്ട് വെളിയിലൊക്കെ വന്ന് കഴിച്ചൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമല്ലേ. ഇപ്രാവശ്യം ഞാൻ തന്നെ നട്ട ജമന്തിയിൽ നിന്ന് പൂവെടുക്കാമെന്ന് കരുതി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നടാനായിട്ടൊന്നും അതിനകത്ത് വെക്കാനായിട്ട് പൂവൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ കിടന്ന് തപ്പിപ്പറക്കി എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് വന്നാണ് നട്ടത്. അങ്ങനെ ഞാൻ നേരെ ചാണകമൊക്കെ മെഴുകാനായിട്ടിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് ഭയങ്കര പോസിറ്റീവ് ഫീലായിരിക്കും. സോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് ചെയ്യാൻ മടിയായിരുന്നു, എന്തോ വല്ലാത്ത പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ നട്ട റോസാപ്പൂവാണ് ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ചാണകമൊക്കെ മെഴുകി റോസാപ്പൂവൊക്കെ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജമന്തിയുടെ കണക്കാൻ മറ്റേ ഒരു ചുവപ്പ് കളറല്ലല്ലോ, ഓറഞ്ച് കളർ പൂവില്ലേ, അത് വെച്ചു. ഇങ്ങനെയാണ് എൻ്റെ പൂക്കളം ഇരുന്നത്. ഇന്ന് ഒരുപാട് പൂവില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് വിച്ച് രാവിലെ എക്സാമിന് പോകാനായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. എനിക്കിന്ന് ഉച്ചയ്ക്ക് എക്സാം. അങ്ങനെ ഞാൻ വാർത്തയൊക്കെ കണ്ടോട് അത് ചെയ്ത്. അമ്മമാരല്ലേ നമുക്ക് സാധാരണ ഫുഡൊക്കെ എടുത്ത് വെച്ചാറ്. അപ്പോൾ വിച്ചുവിൻ്റെ അമ്മയായിട്ട് ഞാൻ നിൽക്കാമെന്ന് കരുതി ഇന്ന് ഞാനാണ് അവൾക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തത്. അവളുടെ ഫുഡിൻ്റെ എങ്ങനെ വെക്കേണ്ടതെന്നുള്ള കറിയുടെ അളവൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഞാൻ ചോദിച്ചെടുത്ത് വെച്ച്. ഇത് അവളുടെ കണ്ണാടിയാണ് ഗൈസ്. ഇത് റിയലി അവൾ വെക്കുന്നതല്ല, അല്ലാതെ അച്ഛൻ്റെയാണ്. അതെടുത്ത് ജസ്റ്റ് വെറുതെ വെക്കുന്നതേ ഉള്ളൂ. കേട്ടോ, ഇതിനിടയ്ക്കൂടെ എല്ലാം കാണാൻ പറ്റുന്നൊരു വളിഞ്ഞ കണ്ണാടിയാണ്. അവൾ വെറുതെ ഷോയ്ക്ക് വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവൾ വെച്ച് കാണിച്ചപ്പോൾ എനിക്കൊന്ന് വെച്ച് നിങ്ങളെ കാണിക്കാൻ തോന്നി. അത് കഴിഞ്ഞിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ.